ശ്രീ ഗോപാലകൃഷ്ണൻ അങ്ങ് നടത്തിയിട്ടുള്ള പരാമർശത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന പരാമർശത്തിലാണ് എന്തു നടപടിയെടുക്കുന്നു എന്ന് ഹൈക്കോടതി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദ്യമുയർത്തിയത്. അങ്ങ് ഇപ്പോഴും ആ പറഞ്ഞ വാക്കുകളിൽ തന്നെ ആവർത്തിക്കുന്നു. അല്ല, എനിക്ക് ഈ വിഷയം അറിയില്ല. കോടതി എന്ത് പറഞ്ഞു എന്നുള്ളതും കോടതിയിൽ നിന്ന് നേരിട്ട് ഈ കാര്യം എനിക്കറിയില്ല. കോടതി വിഷയമായതുകൊണ്ട് നേരിട്ടറിയാത്തൊരു കാര്യത്തെ കുറിച്ച് കമന്റ് പറയാൻ ബുദ്ധിമുട്ടാണ്. മതസ്പർദ്ധ വളർത്തുന്ന പരാമർശം എന്ന് തന്നെയാണ് അങ്ങ് നടത്തിയിട്ടുള്ള പരാമർശത്തെ കോടതി കാണുന്നത്. ഞാൻ ചോദിക്കുന്നത്, അങ്ങ് മുൻപ് പറഞ്ഞ ഇതിൽ ഗുരുതരമായിട്ടുള്ള നടപടി എടുക്കണം എന്ന് കമ്മീഷനോട് കോടതി നിർദ്ദേശിക്കുകയാണ്. അങ്ങ് പറഞ്ഞത് തന്നെ ഇനിയും ആവർത്തിക്കൂ എന്നുള്ളതാണ്. ഞാൻ പല പ്രാവശ്യം ഒരു കാര്യം പറയാറില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോ ബാക്കി എന്താണ് കോടതി പറഞ്ഞെന്നുള്ളത് നിങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ ഞാൻ മനസ്സിലാക്കേണ്ടത്. കോടതി എന്താ പറഞ്ഞിട്ടുള്ളത് ഞാൻ അറിയട്ടെ. അതിന് ശേഷം ഞാനത് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് ഞാൻ ആ സമയത്ത് കോടതി പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പ്രതികരിക്കാം. ഇപ്പൊ സാധ്യമല്ല, എനിക്കത് അറിയില്ല എന്താന്നുള്ളത്. അല്ല, കോടതിയിൽ നിന്ന് വരുന്ന വാർത്തയാണ് നമ്മൾ അങ്ങയോട് ചോദിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ഉന്നയിക്കുന്നത്. അല്ല, കോടതിയിൽ നിന്ന് വരുന്ന വാർത്ത കോടതിയിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് കാര്യം എന്നുള്ളത് എന്റെ വക്കീൽ പറയട്ടെ. അത് കഴിഞ്ഞിട്ട് പറയും. മതസ്പർദ്ധ വളർത്തുന്ന പരാമർശമാണ് അങ്ങ് നടത്തിയതെന്ന് ഹൈക്കോടതിയാണ് പറയുന്നത്. നമ്മൾ സ്വയമേ ഞങ്ങൾ ആരെങ്കിലും പറയുന്നതല്ല. ഹൈക്കോടതിയാണ് അത്തരത്തിലൊരു കണ്ടെത്തൽ അല്ലെങ്കിൽ നിരീക്ഷണം കോടതിയുടെ ഭാഗത്താണ് ഉണ്ടാകുന്നത്. അത് വെച്ച് പൊറപ്പിക്കാൻ പാടില്ല എന്ന തരത്തിൽ തന്നെ കോടതി പരാമർശം നടത്തുന്നു. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രം മറ്റു നടപടികൾക്ക് കടക്കുന്നില്ല എന്നുമാണ് ഹൈക്കോടതി പറയുന്നത്. മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളതായിരിക്കും. അത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്റെ വക്കീല് ബഹുമാനപ്പെട്ട കോടതിയിൽ സൂചിപ്പിക്കും. മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു ഭാഷയും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇന്നലെയും ഇന്നും നാളെയും ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു വാക്ക് പോലും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. പിന്നെ അങ്ങേക്കെതിരെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്തത് എന്തിനാ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്തത് മതസ്പർദ്ധയുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ല. അതെന്താണെന്നുള്ളത് നിങ്ങൾ ആ വകുപ്പ് മനസ്സിലാക്കും. അപ്പോൾ മനസ്സിലാവും. ഒരു മണ്ഡലത്തിൽ ഒരു ജനതയോട് വോട്ട് ചോദിക്കുമ്പോൾ ഇവിടെ ഹിന്ദു MLA വേണം എന്ന്, അതായത് എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുമുള്ള ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് എല്ലാവരുടെയും പ്രതിനിധിയാണല്ലോ, എല്ലാ ജനവിഭാഗത്തിന്റെയും. അവിടെ വന്ന് ഇത്തരത്തിലൊരു പരാമർശം നടത്തുമ്പോൾ അത് മതസ്പർദ്ധയല്ലാതെ മറ്റെന്താണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്? ഞാൻ ഒരു മതസ്പർദ്ധയും ഉണ്ടാക്കുന്ന ഭാഷ ഇന്നലെ വരെ പറഞ്ഞിട്ടില്ല, ഇന്നും പറയുന്നില്ല, നാളെയിട്ട് പറയുകയില്ല. ജീവിതത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും തരത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു കാര്യവും സൂചിപ്പിച്ചിട്ടില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഇപ്പൊ കോടതി ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തുകയാണ്. ആ വാർത്ത വരുന്നു, അങ്ങേക്ക് നേരിട്ട് കിട്ടുമ്പോൾ മാത്രമേ അങ്ങ് പ്രതികരിക്കുന്നു എന്ന് പറയുള്ളൂ. എന്തായാലും അങ്ങനെ കോടതി മതസ്പർദ്ധ എന്ന് കണ്ടെത്തുകയാണെങ്കിൽ, അങ്ങനെ ഒരു പരാമർശം ആ തലത്തിലേക്ക് കോടതി നിരീക്ഷിക്കുകയാണെങ്കിൽ അങ്ങ് പറഞ്ഞത് പിൻവലിക്കുവോ? ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞത് മലയാളത്തിലല്ലേ? അങ്ങനെ ഒരു നിരീക്ഷണം കോടതി നടത്തുകയാണെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുമോ എന്നുള്ളതാണ്. അല്ലെ, ഞാൻ നിങ്ങളോട് മലയാളത്തിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? കോടതിയിൽ എന്താ പറഞ്ഞെന്നുള്ളത് ഞാൻ മനസ്സിലാക്കട്ടെ. അത് തന്നെ ഞാൻ ചോദിച്ചത്. ആണെങ്കിൽ എന്നുള്ളതാണല്ലോ ചോദിച്ചത്. അതാണ് എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ താങ്കൾ അത് ഖേദം പ്രകടിപ്പിക്കുമോ, ആ പരാമർശം പിൻവലിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞ പിന്നെ പല ആവർത്തി ചോദിക്കേണ്ട കാര്യമില്ല. ശ്രീ ഗോപാലകൃഷ്ണൻ, കോടതി പറഞ്ഞു എന്നുള്ള വാർത്തയ്ക്കപ്പുറത്തേക്ക് അങ്ങനെയാണ് പറയുന്നതെങ്കിൽ, അങ്ങനെയാണ് നിരീക്ഷിക്കുന്നതെങ്കിൽ അങ്ങ് അതിൽ ഖേദം പ്രകടിപ്പിക്കുമോ, അല്ലെങ്കിൽ ആ പരാമർശം നടത്തിയത് ഞാൻ പിൻവലിക്കുന്നു എന്ന് പറയൂ? എനിക്ക് എങ്കിൽ എന്ന കാര്യത്തിൽ പറയാനൊന്നുമില്ലാന്നേ. എങ്കിലൊന്നുമില്ല. കോടതി എന്ന് പറഞ്ഞാൽ ഫാക്ട്സ് ആണ്. ഫാക്ട്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാം സംസാരിക്കുക. ഞാനൊരു വക്കീലാണ്. എങ്കിൽ എന്നതില്ല. നാളെ മറ്റേ മാതൃഭൂമി ചാനൽ നിർത്തി പോവാണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ മാതൃഭൂമി ചാനലിൽ നിന്ന് പോവോ? നാളെ മാതൃഭൂമി ചാനൽ നിർത്തി മാതൃഭൂമി വിടാൻ ആഗ്രഹിക്കുന്നു, മാതൃഭൂമിക്കെതിരെയോ അല്ലെങ്കിൽ ആ തരത്തിലൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ശരി, ഞാൻ അങ്ങനെ മടങ്ങിയെത്താം. ഇപ്പം